എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ നേരുകയാണ്. അഡ്വാൻസ് തിരുവോണാശംസകൾ നേരുകയാണ്. അതെ, നാളെ തിരുവോണമാണ്. നമ്മളിപ്പോ ഇന്നലെയും ഇന്നും ഒക്കെ പറയുന്നുണ്ട് അവസാനവട്ട ഒരുക്കം. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള അവസാനവട്ട ഒരുക്കം. ഉത്രാടത്തിൽ ഉച്ച കഴിയുമ്പോഴത്തേക്കാണ്. അതെ, ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നത് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതെ, അപ്പൊ അതാണ് തിരുവോണത്തെ വരവേൽക്കാൻ ലോകം എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടുത്തെ മലയാളികളൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. നാടും നഗരവും ഒരുപോലെ ഉത്രാടപ്പാച്ചിലാണ്. നമ്മൾ എല്ലാ വർഷവും ഉത്രാട ദിനത്തിൽ പറഞ്ഞ് ക്ലിഷയായി പോയെങ്കിലും ഉത്രാടപ്പാച്ചിൽ എന്ന വാക്കല്ലാതെ മറ്റൊന്നുമില്ല. ഒരു അത്രത്തോളം എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളും തടുത്തുകൂട്ടി നാളത്തെ കാര്യങ്ങൾ ഗംഭീരമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. സദ്യവട്ടം, പൂക്കളം ഒക്കെ 100 കാര്യങ്ങളുണ്ട്. ആ തിരക്കിലാണ് നാട്. മാർക്കറ്റുകളിലൊക്കെ നല്ല തിരക്കുണ്ട്. പലയിടത്തും മഴയുണ്ടെങ്കിലും ഓണത്തിരക്കിനെ അതൊന്നും ബാധിച്ചിട്ടേ ഇല്ല. അതെ, ഓണത്തിനായി നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയാലും അവസാനമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. അപ്പൊ ആ മറന്നുപോയ സാധനങ്ങൾ എന്തൊക്കെ എന്നുള്ളതൊന്ന് ഓർമ്മിച്ചെടുത്ത് ഓടി നടന്ന് വാങ്ങാനുള്ള അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. കേരളത്തിലും പുറം നാട്ടിലും ഒക്കെയുള്ള മലയാളികളുടെ ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങൾ അതിലേക്ക് നമ്മൾ ഈ വരുന്ന മണിക്കൂറുകളിൽ വിശദമായി തന്നെ കടക്കും. തത്സമയ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ എല്ലായിടങ്ങളിൽ നിന്നും ചേരുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഉത്രാടപ്പാച്ചിലേക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ അനുജ, നാളെ തിരുവോണം. ഇന്നിപ്പോൾ രാവിലെ മുതൽ ചെറിയ മഴ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഉത്രാടപ്പാച്ചിൽ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് മഴയൊക്കെ ഉണ്ട്. ഇപ്പൊ എറണാകുളത്ത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അല്പസമയം മുൻപ് മഴ പെയ്തു, ഒന്ന് തോർന്നു. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തതുള്ള പെരുമഴയല്ല. പക്ഷേ ഒരു ശല്യക്കാരനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും ഉത്രാടപ്പാച്ചിലെ ബാധിക്കാൻ പോകുന്നില്ല. നാളെ കാണാൻ വിറ്റ് ഓണം ഉണ്ണാം. കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതൊക്കെ വിറ്റ് ഓണം ഉണ്ണാം എന്നുള്ള സങ്കല്പമുള്ളവർക്ക് മഴ പെയ്താലും ഒരു പ്രശ്നമുണ്ട്. അതെ, പ്രശ്നമല്ല. അപ്പൊ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ, ഒപ്പം തന്നെ മറുനാട്ടിലെ നമ്മുടെ പ്രതിനിധികളൊക്കെ അണിനിരക്കുന്ന ഒരു സ്പെഷ്യൽ ഷോയാണ്. ഇനി വരുന്ന 3 മണിക്കൂർ നീളുന്ന സ്പെഷ്യൽ ഷോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ അണിനിരക്കുന്നു. പ്രിയപ്പെട്ടവർ, ചാല മാർക്കറ്റിൽ റിനു ശ്രീധരനുണ്ട്, കനകുന്ന് മേഘനാ മുരളിയുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് MG പ്രതീഷുണ്ട്, കോഴിക്കോട് ദീപക് ധർമ്മടമുണ്ട്, കൊച്ചിയിൽ സൂര്യശ്രീ, റാഫി കരീം, സൂരജ് സജി, തൃശ്ശൂര് അമൽ സുരേന്ദ്രൻ. ഒന്നും വേണ്ട, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാരും ഇറങ്ങി ഉത്രാടപ്പാച്ചിലിന്റെ തെരുവുകളിലും അല്ലാതെയും ഒക്കെ നിൽക്കുകയാണ്. അവർ പറയാൻ പോകുന്നു എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിൽ മലയാളി ആഘോഷമാക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം ഓണം കൂടാണ്, കുട്ടികളുടെ ഓണമാണ് അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാം ഓണം കുട്ടികൾ ഓണം ആഘോഷിക്കുമ്പോൾ മുതിർന്നവർ പ്രധാന ഓണം തിരുവോണത്തിനുള്ള ഈ പറഞ്ഞ അവസാനപ്പെട്ട സംഭവങ്ങളൊക്കെ തടുത്തു കൂട്ടുന്ന തിരക്കിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നിർണായക മണിക്കൂറാണ്. എല്ലാവരും ആഘോഷിക്കുന്നു അല്ലെ? എല്ലാവരും അതിൽ ഈ പറഞ്ഞ പോലെ ഒന്നും ഒരു ഭേദങ്ങളുമില്ല, ജാതിമത ഭേദങ്ങളില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവം എന്ന തരത്തിലേക്ക് കൂടെ. അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത തിരക്കാണ് റോഡുകളിലൊക്കെ. എന്ന് പറഞ്ഞാൽ ആ തിരക്ക് സാധാരണഗതിയിൽ നമുക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള തിരക്കൊക്കെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുമെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ദേഷ്യം വരുമെങ്കിലും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്ക്, ആ ജനസഞ്ചയം, ഒരുപക്ഷെ ഒരു കയ്യിൽ പുഴു വാരിയിട്ടാൽ താഴെ വീഴാത്ത മട്ടിലുള്ള ജനസഞ്ചയം, സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു വല്ലാത്ത ഒരു ആഘോഷത്തിന്റെ വൈബാണ് കൊണ്ടുവരിക. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആ തിരക്കിനെ നമ്മൾ അസ്വസ്ഥമാക്കാത്ത തിരക്കാണ് ആ തിരക്ക്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ തലസ്ഥാനത്തേക്ക് തന്നെ പോകുന്നു. ചാല മാർക്കറ്റ്. അവിടെ എന്താണ് സാധാരണഗതിയിൽ തന്നെ നല്ല തിരക്കുള്ള ഇടമാണ്. അപ്പോൾ ഇന്ന് എന്താണ് തിരക്ക് എന്നൊക്കെയുള്ള നമുക്കൊന്ന് തത്സമയം കണ്ടു നോക്കാം. ചാല മാർക്കറ്റിലും ഒപ്പം തന്നെ കനകക്കുന്നിലും പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും ഈ 3 ഇടങ്ങളിലായി നമ്മുടെ പ്രതിനിധികളുണ്ട്. ആദ്യം പോകുന്നത് ചാല മാർക്കറ്റിലേക്ക്. അതെ, അവിടെ ചേരുന്ന റിനു ശ്രീധറാണ്. റിനു, അല്ലെങ്കിൽ തന്നെ ചാല മാർക്കറ്റ് ഒരു തിരക്കിന്റെ സ്ഥലമാണ്. ഉത്രാടപ്പാച്ചിൽ സമയത്ത് വലിയ ജനസഞ്ചയം അങ്ങോട്ടേക്ക് നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവ് എന്നൊക്കെ പറയുന്ന പോലെ ഒഴുകിയെത്തുന്ന സ്ഥലമാണ്. എന്താണ് ഉത്രാടപ്പാച്ചിലിന്റെ ഉച്ച തിരിയുമ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോൾ ചാലയിലെ കാഴ്ച? റിനു അവിടെ എന്തോ ഉത്രാടപ്പാച്ചിലാണ്. അല്പസമയത്തിനും റിനു ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് നമുക്ക് ജോയിൻ ചെയ്യും. മേഘനാ മുരളി കനകുന്നിലുണ്ട്. കനകുന്ന് ഒരു എന്താണ് ഷോപ്പിങ്ങിന്റെ സ്ഥലം അല്ലെങ്കിൽ കൂടിയും കനകുന്നിലേക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുന്നവർക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി അവിടെ ഒന്ന് ഇരുന്ന് ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോവാ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു സ്ഥിരം രീതിയാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഹാഷ്മി, ഇപ്പൊ ഈ സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നല്ല കാഴ്ചകളൊക്കെ, അതെ, കുറച്ചുകൂടി സന്ധ്യ ആകുമ്പോഴായിരിക്കും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ എന്താ വിശേഷം? ഹാഷ്മി, അനുജ, തലസ്ഥാനത്തിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്ന കനകക്കുന്നിലാണ്. അത് ഇവിടെ ഇപ്പോൾ ചെറിയൊരു തിരക്ക് കുറവുണ്ട്. അതിന് കാരണം നാടും നഗരവും ഉത്രാടപ്പാച്ചിലാണ് എന്നുള്ളതാണ്. കാരണം ഈ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അവസാനവട്ട ഒരുക്കങ്ങളും നടത്തി അവസാന സാധനങ്ങളും വാങ്ങി പൂക്കളവും സദ്യവട്ടവും ഒക്കെ ഒരുക്കിയിട്ടായിരിക്കും ആളുകൾ കനകക്കുന്നിലേക്ക് വരിക എന്നുള്ളതാണ്. ഇന്നലെ മുതൽ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 3 മുതൽ 9 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണം വാരാഘോഷമാണ്. അത് നമുക്കറിയാം, ഈ തലസ്ഥാനത്ത് എല്ലാ ആഘോഷങ്ങളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും കനകക്കുന്നിലാണ്. അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി. കാരണം ഈ കനകക്കുന്ന് എന്ന് പറയുന്നത് ഒരു കൊട്ടാര വളപ്പാണ്. ഈ കൊട്ടാര വളപ്പിൽ മുഴുവനും അതിൻ്റെതായ പ്രൗഢി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം മനോഹരമായ കാഴ്ചകളാണ്. കാരണം ഇപ്പോൾ ഈ കാണുന്ന നിറമല്ല, മറിച്ച് വൈകുന്നേരം ആവുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് ഇരുട്ട് വരുമ്പോഴേക്കും ഈ നിറങ്ങൾ കൂടും, അല്ലെങ്കിൽ ഈ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഒന്നുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കുറച്ച് മിടുക്കികൾ നമ്മുടെ കൂടെയുണ്ട്. ഹലോ, ഓണം ഇങ്ങ് എത്തിയില്ലേ? അടിപൊളി. നിങ്ങൾ നഗരസഭയുടെ വളണ്ടിയേഴ്സ് ആണല്ലേ? വോളണ്ടിയേഴ്സ് ആണ് നമ്മള്. ഇവിടുത്തെ ഓണാഘോഷം എങ്ങനെയാണ് കനകക്കുന്നില്? അടിപൊളിയായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. എങ്ങനെ ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നല്ല ആള് കുറവാണ്. ആക്ച്വലി ആൾക്കാർ വന്നു തുടങ്ങുന്നത് ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഹാഷ്മി, അതായത് ഇവിടെ ആളുകൾ കുറവാണ്. കാരണം രാത്രിയോട് കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുക. ഇന്നലെ സെപ്റ്റംബർ 3 മുതൽ ഇന്നലെ മുഖ്യമന്ത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിൽ ബേസിൽ ജോസഫ് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. കാരണം ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് എല്ലാ ആഘോഷങ്ങളുടെയും തലസ്ഥാനമാണ്, അല്ലെങ്കിൽ എല്ലാ ആഘോഷങ്ങളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു രാത്രിയാവുന്നതോടുകൂടി ഈ ആളുകളെല്ലാം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇവിടേക്ക് വരും, ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഇവിടേക്ക് വരുമെന്നുള്ളതാണ്. കുറച്ചുപേര് നമ്മുടെ കൂടെയുണ്ട്. ഹലോ, എന്താണ് പരിപാടി? എന്താണ് ഓണാഘോഷം? വൈബാണ്. നിങ്ങൾ കനകക്കുന്നിലേക്ക് പരിപാടിയൊക്കെ കാണാൻ എത്തിയതാണോ? ഓ, രാത്രി ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ തിരുവനന്തപുരത്തെ ഓണാഘോഷം എങ്ങനെയാണ്? വൈബാണ്, അടിപൊളിയാണ്. ഹാപ്പി ഓണം പറഞ്ഞേ പ്രേക്ഷകർക്ക്. ഹാപ്പി ഓണം. ഇത്രേ ഉള്ളൂ, ഇത്ര എനർജി ഉള്ളോ? എല്ലാവർക്കും ഹാപ്പി പൊളി. എന്ത് മൂടാ? ഓണം മൂടല്ലേ? പൊളി മൂട്. കുട്ടികൾക്കും ഒക്കെ ഇവിടെ ആഘോഷമാണ്. ഇനി പരിചയപ്പെടുത്താനുള്ളത് കുറച്ച് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കേരള വേഷത്തിൽ കുറച്ച് പേരുണ്ട്. എങ്ങനെയാണ് വിശേഷം? എങ്ങനെയാണ്? നല്ല വിശേഷമാണ്. ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞോ? സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങി, എല്ലാം വാങ്ങി. പൂക്കളൊക്കെ ഒരുക്കി സദ്യവട്ടം എല്ലാം. ഇനി സദ്യ കഴിക്കേ വേണ്ടു അല്ലേ? എന്താ വിശേഷം? എന്താ? എല്ലാവരും നന്നായിട്ടിരിക്കുന്നു. ഓണമായിട്ട് നല്ല എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ചു. നല്ല ഹാപ്പിയാണ്. നമുക്കൊരു പാട്ടായാലോ? ആരാ പാട്ട് പാടാ? സംഘത്തില് പാട്ട് പാടും. തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനേഴും നല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഗംഭീരം. അപ്പൊ ഓണാശംസകൾ പറഞ്ഞാലോ? ഹാപ്പി ഓണം പറഞ്ഞാലോ? ഹാപ്പി ഓണം. ഹാഷ്മി, ഇവിടെ കുറച്ചൊന്ന് അതായത് ഓണാഘോഷം ഇങ്ങനെ എത്തിയില്ലേന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല. നാടും നഗരവും ഉത്രാടപ്പാച്ചിലായതിന്റെ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. രാത്രി ആവുമ്പോഴേക്കും കനകക്കുന്ന് അതിന്റെ അതേ പ്രൗഢിയിൽ ഒരുപാട് പരിപാടികളുണ്ട്. 33 വേദികളിലായി 10,000-ലധികം കലാകാരന്മാരാണ് ഈ വരുന്ന ആഴ്ച ഇവിടെ അണിനിരക്കാൻ പോകുന്നത്. അങ്ങനെ കനകക്കുന്നും തലസ്ഥാനവും ഓണാഘോഷങ്ങൾക്ക് അതിന്റെ പാരമ്യത്തിലാണ്. ഹാഷ്മി, ഓക്കെ, മേഘന മുരളിയാണ് കനകക്കുന്നിൽ നേരത്തെ പറഞ്ഞത്. കനകക്കുന്ന് എന്ന് പറയുന്നത് ഒരു വിശ്രമത്തിന്റെ സ്ഥലവും വൈകുന്നേരങ്ങളൊക്കെ വരാനുള്ള സ്ഥലമാണ്. ഇപ്പൊ ഉത്രാടപ്പാച്ചിൽ കടകളിൽ ആൾക്കാർ തിരക്ക് പിടിക്കുമ്പോഴത്തേക്ക് എന്തായാലും അവിടെ ഒന്നിരിക്കാൻ സമയം. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ പോകുന്ന. എല്ലാ ലൈറ്റും ഒക്കെ ഇട്ടിട്ട് നല്ല മനോഹരമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.